5 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പി ആട്ടോ. എൻ്റെ ഒരാളമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന റെസിപ്പിയാണ് ബീഫ് വെച്ചിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം. അത് നമുക്കൊരു പേരും ഇട്ടിട്ടുണ്ട് കേട്ടോ, ബീഫ് കഹാകുഹ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞെട്ടിക്കാനും പറ്റിയൊരു കിടിലൻ ഐറ്റമാണ്. ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 കിലോ ബീഫായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു സവാളയും ചെറിയൊരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. സവാളയും അതുപോലെ തക്കാളിയൊക്കെ വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നോർമൽ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ബീഫിന് വേവിനനുസരിച്ച് വിസിൽ ഞാനിപ്പോൾ ഒരു 5 വിസിലാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 3/4 ഭാഗം കുക്ക്, നല്ല ഓവർ കുക്കാവരുത്, ആ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അത് നല്ലൊരു റെഡ് കളറിലുള്ള ബീഫാണ് കേട്ടോ. അതാണ് ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ബീഫ് മാത്രം കോരിയെടുക്കാം. അതിലെ വെള്ളം അതിൽ തന്നെ കിടന്നോണ്ട് കേട്ടോ. ബീഫ് മുഴുവനായിട്ട് കോരിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളിയാണ്. അത് 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതായതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് 20 അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് അത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയം കുക്ക് ചെയ്തിട്ട് ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബീഫിൻ്റെ സ്റ്റോക്കിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഈ ഒരു ബീഫിൻ്റെ പ്രത്യേകത അതിലേക്ക് വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റിൽ വരുന്നൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കോരിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വലിയൊരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അവിയലിനൊക്കെ കയറിയെടുക്കുമല്ലോ അതേപോലെ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കവും അതുപോലെ ഒരു 5-6 ബീൻസും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഇതുപോലെ അവിയലിനൊക്കെ നുറുക്കിയെടുക്കുന്ന പോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതും ഈ ഒരു ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് മറ്റതിലേറെ ഒന്നുകൂടെ ഒന്ന് നേരം വെക്കുക. അതൊന്ന് വെന്ത് വരുന്ന വരെ, ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരികയും ചെയ്യും. അപ്പോൾ അതിൽ നന്നായിട്ടൊന്ന് കിടന്നിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഇതൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാക്കി അതും മാറ്റി വെക്കാം. ഇനി വേറൊരു കടായി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്ന ആ ചെറിയുള്ളി ഉണ്ടല്ലോ, അത് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തതിന് ശേഷം വീണ്ടും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കേട്ടോ. ആദ്യത്തേൽ തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ സ്റ്റേജ് സ്കിപ്പ് ചെയ്യാം. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. സംഭവം ഇത് വെറൈറ്റി ടേസ്റ്റുമാണ്, വെറൈറ്റി സംഭവമാണ്. ഇപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ സൽക്കാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നെട്ടിക്കാൻ പറ്റിയിട്ടുള്ളൊരു കിടില ഐറ്റമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ചെറിയുള്ളി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ, എല്ലാത്തിലേക്കും എല്ലാം ഇറച്ചിയുടെ മസാലയും ഒക്കെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് 2-3 തവണ അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ കിടിലം വെറൈറ്റി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സംഭവം ഇത് ലുക്ക് വൈസ് ആണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ. ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ കമൻറ്റിലൂടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്